ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഒരു 2 ടയർ ബേബി ബോയ് ബർത്ത്ഡേ കേക്ക് ഡെക്കറേഷൻ കാണാം. 1.5 kg അളവിൽ വരുന്ന ഒരു കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് 8 ഇഞ്ചിൻ്റെ മോഡിലും അതുപോലെ 6 ഇഞ്ചിൻ്റെ മോഡിലും ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കേക്കാണ്. 1.5 kg വെയിറ്റ് വരുന്ന റെഡ് വെൽവെറ്റ് കേക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല, ഡെക്കറേഷൻസ് മാത്രമേ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡെക്കറേഷൻസൊക്കെ നമുക്കൊന്ന് വീഡിയോയിലൂടെ കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കേക്ക് ബ്ലൂ കളർ തീമിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാജിക് കളേഴ്സിൻ്റെ ഐസ് ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് എത്രയാണോ കളർ വേണ്ടത് അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് വെച്ചിട്ട് സ്പാച്ചിൽ വെച്ചിട്ട് ഫോൾഡ് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഐസിങ് ചെയ്തിടും. അപ്പോൾ കേക്ക് രണ്ടും ക്രം കോട്ടിങ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നമ്മളെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്യുക കേട്ടോ പ്ലീസ്. അപ്പോൾ ഇതാ നമ്മുടെ ക്രം കോട്ടിങ് ചെയ്തിട്ടുള്ള 8 ഇഞ്ചിൻ്റെ മുകളിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കേക്ക് ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്രീം ഒന്ന് മുകൾ ഭാഗത്ത് ആദ്യം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ക്രം കോട്ടിങ് ചെയ്ത കേക്കാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ബ്ലൂ കളറിൽ വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് ഫിനിഷ് ആക്കി എടുക്കുക. അപ്പോൾ ഇതൊക്കെ ഞാൻ തലേദിവസം രാത്രിയാണ് ചെയ്യണത്. പിന്നെ ഇതിൻ്റെ മുകളിലുള്ള ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ പിറ്റേ ദിവസമായിട്ട് വെക്കുന്നത്. അപ്പോൾ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ 2 ദിവസം മുന്നേ ഒക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ഐസിങ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ സെറ്റാക്കാനായിട്ട് വെക്കുക. ഞാൻ പിറ്റേ ദിവസമാണ് കേട്ടോ ടയറാക്കി വെക്കുന്നത്, അന്ന് തന്നെ ടയറാക്കി വെക്കുന്നില്ല. നമ്മളിപ്പോൾ അന്ന് തന്നെ ടയറാക്കി വെച്ചാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമ്മൾ ഫ്രിഡ്ജിൽ സ്ഥലം ഉണ്ടാവില്ല അന്ന് തന്നെ ടയറാക്കി വെക്കുന്ന സമയത്ത്. അതുകൊണ്ട് ഞാൻ പിറ്റേ ദിവസമാണ് ടയറാക്കി വെക്കുന്നത്. ഏറ്റവും നല്ലതും അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് വലിച്ചിട്ട് സൈഡൊക്കെ ഒന്ന് സ്ക്രാപ്പർ വെച്ചിട്ട് വലിച്ചിട്ടൊന്ന് ഫിനിഷ് ആക്കി എടുക്കുക. നമ്മളെക്കൊണ്ട് കഴിയണ മാക്സിമം ഒന്ന് ഫിനിഷിങ് ആക്കി എടുക്കുക. പിന്നെ ഞാൻ ഒരു കേക്ക് വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. പെരുന്നാളിൻ്റെ തലേദിവസമാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അന്ന് തന്നെ ഭയങ്കര നമുക്ക് പെരുന്നാളിൻ്റെ തിരക്കൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ പെട്ടെന്ന് ചെയ്തിട്ടുണ്ടായിരുന്ന കേക്കുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഫിനിഷിങ് കഴിഞ്ഞിട്ടുണ്ട്, ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത കേക്കും ഫിനിഷിങ് ചെയ്തെടുക്കാം. മുകളിൽ വെക്കുന്ന 6 ഇഞ്ചിൻ്റെ മുകളിൽ ചെയ്തെടുത്തിട്ടുള്ള കേക്കും നമുക്ക് ക്രീമൊക്കെ വെച്ചിട്ട് ഇതേ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ഫിനിഷിങ് ചെയ്തിട്ട് എടുക്കാം. ഇനി അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫോണ്ടൻ്റ് ഡെക്കറേഷൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ വൈറ്റ് കളറിൽ ഫോണ്ടൻ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് എത്രയാണ് എക്സ്ട്രാ ചാർജ് വരിക എന്നൊക്കെ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ. ഫോണ്ടൻ്റിൽ കുറച്ച് CMC പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പെട്ടെന്ന് സെറ്റാക്കി കിട്ടാൻ വേണ്ടിയിട്ട്. CMC പൗഡർ കൂടി പോകണ്ട കേട്ടോ, അപ്പോൾ ഒരു ഉപ്പുരസം വരും. എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഇങ്ങനെ വലിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് കോൺഫ്ലവർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം വൈറ്റ് കളർ, വൈറ്റും അതുപോലെ ഗോൾഡൻ കളറുമാണ് അതിൽ ഒരു കസ്റ്റമൈസ് മോഡൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ക്ലൗഡ്സ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ലൗഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ക്ലൗഡ് കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ എഡിബിൾ ഗ്ലോ, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള എഡിബിൾ ഗ്ലോ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ എഡിബിൾ ഗ്ലൂ ഒന്ന് ആക്കിയിട്ട് 2 എണ്ണം ഒരുമിച്ച് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. അതിൻ്റെ നടുവിലായിട്ട് സ്റ്റിക്ക് വെച്ചിട്ട് 2 എണ്ണം ഒരുമിച്ച് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ചെയ്തെടുത്താൽ നാളെ ആകുമ്പോഴേക്കും നന്നായിട്ട് സെറ്റാക്കി കിട്ടും. 2 ദിവസം മുന്നേക്ക് ചെയ്യുകയാണെങ്കിൽ അത്രയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതുപോലെ ഓരോ ചെറുതും വലുതുമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ അത് സ്റ്റിക്കിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ വൈറ്റ് കളറിൽ ചെയ്യാനുള്ളത് മൂന്നാമത്തെ വയസ്സിലുള്ള ബർത്ത്ഡേ കേക്കാണ്. അപ്പോൾ 3ൻ്റെ ആ ഒരു രീതിയിൽ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. 3 നെയ്തുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. അതിൽ തന്നെ ബ്ലൂവും വേണം കേട്ടോ, സെയിം 3 ബ്ലൂവും വേണം. അതിൻ്റെ മുകളിലായിട്ട് ബ്ലൂ കളറിൽ അങ്ങനെയാണ് അതിലുണ്ടായിട്ടുണ്ടായിരുന്നത്, പിക്ചറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ 3 ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അതിന് മാച്ചായിട്ട് തന്നെ ഏകദേശം അതേ വലിപ്പം, ഇത് കുറച്ച് കുറവായിട്ട്, വൈറ്റ് കുറച്ച് കൂടുതലും ബ്ലൂ കുറച്ച് കുറവായിട്ട് ആ രീതിയിൽ സൈസിലാണ് നമുക്കിത് വേണ്ടത്. അങ്ങനെ അത് ചെയ്തിട്ട് ഇനി അത് നമുക്ക് ഈ ഒരു ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഒരു ഗ്ലൂ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കറക്റ്റായിട്ട്. ഇതിൻ്റെ സെൻറ്ററിൽ നമുക്കൊരു സ്റ്റിക്ക് കുത്തി കൊടുക്കാം. ഞാൻ കുറച്ചുകൂടെ വൈറ്റ് ഫോണ്ടൻ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് യെല്ലോ കളറൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഗോൾഡൻ കളറിലുള്ള ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ യെല്ലോ കളർ ആകുമ്പോൾ നമുക്ക് ഒരു ഗോൾഡൻ കളർ ചെയ്യണ സമയത്ത് വൈറ്റ് ഒന്നും കാണില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ യെല്ലോ കളറിൽ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക്
ഇത് നെയിം ബോർഡ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം യെല്ലോയിൽ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബ്ലൂ കളറിലുള്ള ഫോണ്ടൻറ്റും ഇതുപോലെ പരത്തിയെടുത്തിട്ട് സെയിം ഡിസൈൻ തന്നെ കൊടുക്കുക. സൈഡൊക്കെ ഇതുപോലെ സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു യെല്ലോ കളറിലുള്ളത് നമുക്ക് ഗോൾഡൻ ഷെയ്ഡ് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമുക്കത് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതും എഡിബിൾ ഗ്ലോ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബോൾസ് ഉണ്ടാക്കിയെടുക്കണം. കുറച്ചല്ല, 2 എണ്ണം. ഒരു ബ്ലൂ കളറിലുള്ള ബോളും അതുപോലെ ഒരു ഗോൾഡൻ കളറിലുള്ള ബോളുമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതൊന്ന് ഉരുട്ടിയിട്ട് എടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് സ്റ്റാർസാണ്. ഗോൾഡൻ കളറിലുള്ള കുറച്ച് സ്റ്റാർസും കൂടെ വേണം. അപ്പോൾ സ്റ്റാറിൻ്റെ കട്ടർ വെച്ചിട്ട് കുറച്ച് സ്റ്റാർസും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇനി ഓരോ ക്ലൗഡിൻ്റെ മുകളിലും ഓരോ സ്റ്റാർ വീതം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിലൊക്കെ നമുക്ക് ഗോൾഡൻ കളർ സ്പ്രേ ചെയ്യാനുണ്ട്, ബ്രഷ് ചെയ്യാനുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഏണി വരയ്ക്കാനുള്ള സംഭവം ചെയ്യാം. നമ്മൾ സൈഡിലൊരു ഏണി കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, ഞാൻ ഫസ്റ്റ് കാണിച്ച പിക്കിൽ. അപ്പോൾ അതൊന്ന് ഫോണ്ടൻ്റ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിതുപോലെ നമുക്ക് ആദ്യം 2 ഒരേപോലത്തെയുള്ള 2 ഇതുപോലത്തെ ഒരേ വീതിയിലുള്ള 2 എണ്ണം കട്ട് ചെയ്തിട്ട് എടുക്കാം. ഏണിക്കുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നിൻ്റെ ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ട് കത്തിയുള്ള നിങ്ങളുടെ കയ്യിലാണെങ്കിൽ അത് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. ഓരോന്നിൻ്റെ നടുവിലായിട്ട് ഇങ്ങനെ ഓരോ വരകൾ ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് ഒട്ടിച്ചെടുക്കാം. എഡിബിൾ ഗ്ലൂ വെച്ചിട്ട് അത് ഒട്ടിച്ചെടുക്കാം. പിന്നെ ഓരോ ഇതിൻ്റെയും അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ചെറിയൊരു റൗണ്ടിൽ ഹോളുണ്ട്, അതും ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ടെഡ്ഡി ബെയർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടെഡ്ഡി ബെയറിനുള്ള ഫോണ്ടൻ്റൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഫേസിനും അതുപോലെ ബോഡിക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഫേസിന് കുറച്ച് ചെറുതും ആ രീതിയിൽ വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതും എഡിബിൾ ഗ്ലൂ കുറച്ചൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഇനി അതിന് നമുക്ക് കയ്യും കാലൊക്കെ വേണം. അതുപോലെ തന്നെ ഈ ഒരു തലയുടെ മുകളിലായിട്ട് 2 ചെവി വേണം. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതൊക്കെ ഇതുപോലെ ഒന്ന് ഫോണ്ടൻ്റ് വെച്ചിട്ട് തന്നെ ഒന്ന് ഇങ്ങനെ വളച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. അതൊക്കെ എഡിബിൾ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ സെൻട്രലായിട്ട് വൈറ്റ് ഫോണ്ടൻ്റ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മുടെ ബോഡി പാർട്ടിൽ വെക്കാം. അതുപോലെ കാലിനും ഇതുപോലെ റൗണ്ടിലൊന്ന് ആദ്യം ചെയ്തിട്ട് ഇങ്ങനെ ആ ഒരു കാലിൻ്റെ ഷേപ്പിൽ അത് വെച്ച് കൊടുത്തിട്ട് അതും നമുക്ക് എഡിബിൾ ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഓരോ 2 കാലിൻ്റെയും സെൻട്രലായിട്ടൊരു വൈറ്റ് പോർഷൻ ഇങ്ങനെ കാൽപാദത്തിന് പകരമായിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ വായയുടെ ആ ഒരു ഭാഗത്തും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ മൂക്കിൻ്റെ ഭാഗത്ത് ബ്ലാക്ക് കളറിലുള്ള ഫോണ്ടൻ്റെ ഒരു പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വായയുടെ ആ ഒരു ഇതിലിങ്ങനെ നമ്മളിങ്ങനെ ഇതുകൊണ്ടിങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. വായയുടെ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ച് കൊടുക്കുക. റൗണ്ടിലിങ്ങനെ വരച്ച് കൊടുത്താൽ മതി. പിന്നെ 2 കണ്ണ് അവിടെ ആ ഒരു ബേക്ക് ഭാഗം വെച്ചിട്ട് ഒരു റൗണ്ടിലൊന്ന് കുത്തു കൊടുക്കുക. പിന്നെ കയ്യും ഇതുപോലെ ഫോണ്ടൻ്റ് വെച്ചിട്ട് 2 ഭാഗത്തും കയ്യും ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അത് കറക്റ്റായിട്ട് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഫോണ്ടൻ്റ് ജസ്റ്റ് നന്നായിട്ട് ഒന്നവിടെ പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അവിടെ നിന്നോളും. ഇനി നമുക്ക് ഗോൾഡൻ ഡസ്റ്റിൽ കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്തിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഒരു ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത്, അപ്പം യെല്ലോ കളറിലുള്ള എല്ലാത്തിലും നമുക്കത് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
പിന്നെ ഓരോ സ്റ്റാറിൻ്റെ ഒക്കെ നമ്മൾ ഈ ഒരു ഗോൾഡൻ കളർ കൊടുക്കാം. നമ്മുടെ ക്ലൗഡിൻ്റെ മുകളിലുള്ള സ്റ്റാറിനും ഒക്കെ ആ ഒരു വൈറ്റിൽ പെടാതെ നമുക്ക് കളറ് മെല്ലെ അങ്ങ് ബ്രഷ് വെച്ചിട്ട് കളർ കൊടുക്കാം. പെയിൻറ്റ് ഈ ഗോൾഡൻ ഡസ്റ്റ് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ആ ഒരു ഏണിക്കും ആ ഒരു ഗോൾഡൻ ഡസ്റ്റ് വെച്ചിട്ട് കളർ ചെയ്തിട്ടുണ്ട്. പിറ്റേ ദിവസം ടയറാക്കി വെക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റിക്കൊക്കെ ഒന്ന് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തലേ ദിവസം വെച്ചിട്ടുണ്ടായിരുന്ന കേക്കാണ്. ഡെലിവറി ചെയ്യാൻ സമയത്താണ് ഞാൻ ടയറാക്കി വെക്കുന്നതൊക്കെ. അപ്പോൾ സ്റ്റിക്ക് ഒരു 4 ഭാഗത്തായിട്ട് സ്റ്റിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് കേക്കിനൊരു ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ 2 ടയർ കേക്ക് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 4 വെക്കുന്നു. പിന്നെ സെൻട്രലായിട്ട് വലിയൊരു സ്റ്റിക്കും വെക്കുന്നുണ്ട് കേട്ടോ. മേലത്തെ കേക്കിന് ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, നല്ല ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുപോലെ വേറെ കട്ടിയുള്ള സ്റ്റിക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ സ്ട്രോ നല്ല കട്ടിയുള്ള സ്ട്രോ ഒക്കെ ആണെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ കേക്ക് വെച്ചതിന് ശേഷം ഈ ഒരു സ്ട്രോ വെച്ച് കൊടുത്താൽ, അല്ല ഈ ഒരു സ്റ്റിക്ക് വെച്ച് കൊടുത്താലും മതി കേട്ടോ സെൻറ്ററിലുള്ള. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. അത് ഒന്നങ്ങോട്ട് തെന്നിട്ടോ ഞാനങ്ങനെ കേക്ക് വെക്കുന്ന സമയത്ത്. അങ്ങനെ നമ്മുടെ ഈ ഒരു 2 ടയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഫോണ്ടൻറ്റ് വെച്ചിട്ടുള്ള രേണി വെച്ച് കൊടുക്കുക. എവിടെയെങ്കിലുമൊക്കെ ടച്ച് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ടച്ച് ചെയ്യട്ടെ. നമ്മൾ 2 ടയർ ആക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ടച്ച് ചെയ്യാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ടച്ച് ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള 3 എന്ന് പറഞ്ഞിട്ടുള്ളത് സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ നെയിം ബോർഡ് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ക്ലൗഡ്സും ഒക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ടെഡീനെ കൊണ്ടുപോയിട്ട് അവിടെ ഒന്ന് ഇരുത്തുന്നുണ്ട്. അതിനുശേഷം ക്ലൗഡ്സൊക്കെ അതിൻ്റെ ബാക്കിലൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കുക. ആദ്യം ഒന്ന് മുന്നിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചെറുതും വലുതൊക്കെ ആണല്ലോ, അപ്പോൾ വലുതൊക്കെ ബാക്കിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരു വലുത് ഇവിടെ മുന്നിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ടെഡിയുടെ അടുത്ത്. അങ്ങനെ നമ്മൾ എത്രയാണ് ഉണ്ടാക്കിയതിനനുസരിച്ച് വെച്ച് കൊടുക്കുക. ക്ലൗഡ്സ് കുറേയൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാടൊന്നും ക്ലൗഡ്സ് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ കുറേ ക്ലൗഡ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറേ ഉണ്ടാക്കിയെടുത്താൽ ഒന്നുകൂടെ ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമ്മുടെ ഒരു ഇതിനനുസരിച്ച് ഇങ്ങനെ വെച്ച് കൊടുക്കുക. കാണാൻ ലുക്ക് കിട്ടുന്ന രീതിയിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കേക്ക് ഇനി ഈ ഒരു സൈഡിലൊക്കെ ബോൾസ് വെച്ച് 2 ബോൾസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, ബ്ലൂവും അതുപോലെ ഗോൾഡൻ കളർ, അതൊന്ന് സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറേ സ്റ്റാർസ് ഉണ്ടായിരുന്നല്ലോ, ഇതൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അതിന് നമുക്ക് ഗ്ലൂവിൻ്റെ ആവശ്യമൊന്നുമില്ല. ആ ഒരു കേക്കിൽ ക്രീമിൽ തന്നെ അത് ഒട്ടി നിൽക്കും കേട്ടോ. അപ്പോൾ അതുപോലെ ചെയ്ത് നമ്മൾ ഈ ഫോണ്ടൻ വർക്ക്സൊക്കെ കുറച്ച് ദിവസം മുന്നേ തന്നെ 2-3 ദിവസം മുന്നേ തന്നെ ചെയ്താൽ നല്ല ഇതായി കിട്ടും കേട്ടോ, മെൽട്ടാവാതെ കിട്ടും. പിന്നെ ചെറിയ ഷുഗർ ബോൾസ് അതും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ഗോൾഡൻ കളറിലുള്ള ഷുഗർ ബോൾസാണ്, അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ രീതിയിലൊക്കെ തയ്യാറാക്കി നോക്കണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്